പിന്നെ ഈ UK ഞാൻ പറയുന്നിട്ടുണ്ട് ഇന്ത്യൻസിന് വേണ്ടി മാത്രം യൂണിവേഴ്സിറ്റീസ് ഉണ്ടെന്ന്. 100% ട്രൂ അല്ല അത്. അതായത് നമ്മുടെ നാട്ടിലെ ഇപ്പം എമിഗ്രേഷൻ സ്മൂത്തായിട്ട് നടക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം കുട്ടികൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ ഈസി ആയിട്ട് പാസ്സാവാനോ പറ്റുന്ന യൂണിവേഴ്സിറ്റികളെയാണ് പൊതുവെ അങ്ങനെ പറയുന്നത്. ഇതൊക്കെ ഈ വലിയ മുഖ്യധാര യൂണിവേഴ്സിറ്റികളൊന്നുമല്ല, ഭയങ്കര ലോ റാങ്ക് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ്. അവിടെയൊക്കെ നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ട്യൂട്ടേഴ്സും ഇന്ത്യൻസ് ഒക്കെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ പാകിസ്ഥാനീസ്, ബംഗ്ലാദേശി മാതിരിയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ട്യൂട്ടേഴ്സ്. അപ്പോൾ അവർ കഴിവുകെട്ടവരാന്നല്ല പറയുന്നത്, ക്വാളിറ്റി ഇത് കുറവായിരിക്കും മറ്റേ അല്ലേ? ഡെഫിനറ്റ്ലി. ഇപ്പം നിങ്ങൾ ഒരു റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റി, അതിൻ്റെ താഴത്ത് വരുന്നത് റെഡ് ബ്രിക്ക് അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റി, ആ ഒരു ക്ലാസിഫിക്കേഷനിലൊന്നും വരത്തില്ല. അപ്പോൾ ഒരുപാട് താഴെ, നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് മലയാളീസും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ പ്രിഫർ ചെയ്യുള്ളൂ. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷറും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരിക്കും. ഇത് UK മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട് ഈ ഒരു ക്ലാസിഫിക്കേഷൻ. ഈ UK പോകുന്നതിൽ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾ കൂടുതൽ കാണുന്നവരെല്ലാം ഒരു യൂണിവേഴ്സിറ്റി ഓഫ് ഹെഡ്ഫോർഡ്ഷയറിൻ്റെ ടാഗാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റിയെ പറ്റി ഹെഡ്ഫോർഡ്ഷയർ യൂണിവേഴ്സിറ്റി ഒരു മോശം യൂണിവേഴ്സിറ്റി എന്നല്ല, അവർ ടീച്ചിങ് എക്സലന്റ് ഫ്രെയിംവർക്കിൽ ഗോൾഡ് റാങ്കുള്ള യൂണിവേഴ്സിറ്റി ഒക്കെ തന്നെയാണ്. പക്ഷേ ഒരു സത്യം തുറന്നു പറയാം, കണ്ടമാനം കേരളീയർ പ്രിഫർ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ കേരളത്തിലെ ഒരു ഓൺ ആൻഡ് ആവറേജ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് പോകുന്ന പേരൻസിന് ഒരു കൺസേൺ ഉണ്ട്, ആരെങ്കിലും അവിടെ ഉള്ളവരുടെ അടുത്തേക്ക് എൻ്റെ കുട്ടിയെ വിട്ടാൽ അവൻ സേഫ് ആയിരിക്കും എന്നുള്ളത്. അത് കുട്ടിക്ക് ചിലപ്പോൾ അതിന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടാവാം, പക്ഷെ ഒരിക്കലും പേരൻസിന് അഭിപ്രായം കാണില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികളാകുമ്പോൾ. അപ്പോൾ എന്നെ മാസീവായിട്ട് മുംബൈ പോയ കുട്ടികൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തേടി പിടിച്ച് അവരുടെ അടുത്തേക്ക് തന്നെ വിടുക എന്നുള്ളതാണ് കാര്യം. പിന്നെ ഹെഡ്ഫോർഡ്ഷയറിൻ്റെ ഫീസ് സ്ട്രക്ചർ കുറച്ച് അഫോർഡബിൾ ആണ്. ആരും അങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, പക്ഷേ ഇന്ത്യൻ കമ്മ്യൂണിറ്റി കുറച്ചുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പം കണ്ടുവരുന്നൊരു ട്രെൻഡ് പറഞ്ഞാൽ ഷെങ്കൻ കൺട്രീസ് ഭയങ്കരമായിട്ടും ആൾക്കാർ പ്രിഫർ ചെയ്ത് തുടങ്ങി. അതെ അതെ അതെ. അപ്പം അതിൻ്റെ ഒരു സംഭവം ഇപ്പം ഈ ജർമ്മനിയിലൊക്കെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നത്. അങ്ങനെ അതൊക്കെ പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. ഇപ്പം ഒരു 5 വർഷം മുമ്പ് വരെയൊക്കെ ഇപ്പം കുഴിമന്തി അല്ലെ, ബിരിയാണി എന്നൊരു ട്രാൻസ്ഫോർമേഷൻ കുഴിമന്തിയിലേക്ക് വന്നു. ഇപ്പൊ ഒക്കെ വന്നിട്ട് പിള്ളേർ കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ എന്താ ക്ലോസൻസ് അല്ലെങ്കിൽ സ്റ്റീക്ക് ഒക്കെ കഴിക്കാൻ പോകുന്ന ആൾക്കാർ. എക്സ്പ്ലോർ ചെയ്യാൻ മലയാളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മുമ്പ് ഗൾഫിനെ പറ്റി ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ ഇതായിരുന്നു, ഗൾഫ് എന്ന് പറഞ്ഞാൽ കേരളം പോലെയൊക്കെ തന്നെ, അതിനപ്പുറത്ത് എല്ലാ മലയാളികളും. അതെ. അപ്പം ഗൾഫിലുള്ളവർക്ക് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലേക്ക് പോകാന്നുള്ളത്, അതിപ്പോഴും ഉണ്ട് ഗൾഫിലുള്ളവരുടെ മനസ്സിൽ. അപ്പം ഈ ഷെങ്കൻ കൺട്രിയിലുള്ള പ്രശ്നം നിങ്ങൾ ഇപ്പോൾ ഈ റീസെൻ്റ്ലി കേൾക്കുന്നുണ്ടല്ലോ, UK-യിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഉള്ള റൂൾ ചേഞ്ചുകളും ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് വീസ കിട്ടുന്നില്ല, കാനഡയൊക്കെ ഉൾപ്പെടെ. അപ്പോൾ എന്ത് ഓട്ടോമാറ്റിക്കലി ശ്രദ്ധ വേറൊരു നാട്ടിലേക്ക് തരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാള മനോരമ പത്രത്തിൽ ഞാൻ വായിച്ചു, മലയാളി ഇല്ലാത്ത സ്ഥലമില്ല, ഏതാണ്ട് 194 കൺട്രികളിലും മലയാളികളുണ്ട്. അതെ, അത്രയും കൺട്രികളിലും ഒരു മലയാളികളുള്ള കൺട്രി, നമ്മളെല്ലായിടത്തും പോവും, അതാണ് എൻ്റെ കാര്യം. അപ്പം ഈ എക്സ്പ്ലോറേഷൻ വരുന്ന എവിടെയാന്ന് വെച്ചാൽ പേരൻസ് തന്നെ പറയും നീ പുതിയ പുതിയ കൺട്രികൾ നോക്കുക, അപ്പോൾ കുട്ടികൾ നോക്കുക, ഓക്കെ നമുക്ക് നോക്കാം. പക്ഷേ ഇതിൻ്റെ നെഗറ്റീവ് അഡ്വാൻറ്റേജ് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മൾ 3 പേരും +2 കഴിഞ്ഞ കുട്ടികളാണ് വിചാരിക്കുക. ഇപ്പം ഞാൻ തീരുമാനിച്ചു ഞാൻ ഇവിടെ നാട്ടിൽ BCom ചേരുക, അർഷദ് മെൽവിനും തീരുമാനിച്ചു നിങ്ങൾ ജർമ്മനിയിൽ പഠിക്കാൻ പോവാം. ജർമ്മൻ ലാംഗ്വേജ് നിങ്ങൾ കേട്ടുകേൾവി പോലും ഇല്ല അല്ലേ, അതിൻ്റെ ABCD പോലും നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങളൊരു ലാംഗ്വേജിൽ പഠിക്കാൻ പോയി, നിങ്ങൾ എടുക്കുന്ന ഒരു ഗാംബ്ലിങ്ങാണ്. നിങ്ങൾ 2 വർഷം പഠിച്ചു, 2 വർഷം പഠിച്ചിട്ട് അർഷദിന് കിട്ടി, താങ്കൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അപ്പം അർഷദ് ജർമ്മനി പോറായി. ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എക്സാം ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ B2 ലെവൽ എക്സാം ഉണ്ടെങ്കിൽ പറഞ്ഞ ഫ്രീ എഡ്യൂക്കേഷൻ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ലാംഗ്വേജ് പഠിക്കാനായിട്ട് ജർമ്മനിയിലേക്ക് പോകാം, പക്ഷെ അതിനുള്ള വീസ സക്സസ് റേറ്റ് ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പം താങ്കൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ എത്തി, BComന്റെ ലാസ്റ്റ് ഇയർ ആയി, താങ്കൾ ഇപ്പോഴും 0-ലാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എൽവിൻ എന്താവും, ഫ്രസ്ട്രേറ്റഡ് ആവും, പേരൻസ് ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പോൾ 2 വർഷം എഡ്യൂക്കേഷൻ ഗ്യാപ്പായി, അത് എടുക്കാത്ത കൺട്രികളുണ്ട്. പിന്നെ ഏതെങ്കിലുമൊക്കെ ഓപ്ഷൻസ് എടുത്തിട്ട് പോകുക എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് നമ്മുടെ ഫ്രസ്ട്രേഷൻ നമ്മളെ ഒരു തെറ്റായ പാതയിലേക്ക് നയിക്കുന്നത്. നേരെ മറിച്ച് ജർമ്മൻ അല്ലെങ്കിൽ ഫ്രാൻസ്, ലക്സംബർഗ്, അതുപോലെ നെതർലൻഡ്, ഫിൻലൻഡ് ഒക്കെ ഭയങ്കര നല്ല. നിങ്ങളൊരു രാജ്യത്ത് പോകുമ്പോൾ ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം ആ രാജ്യത്തെ ലാംഗ്വേജിൻ്റെ ബേസിക് ലെവലിൽ നിങ്ങൾ അറിഞ്ഞിട്ട് പോവുക, അല്ലെങ്കിൽ ആ രാജ്യത്ത് എന്താണോ സ്കിൽഡ് ആ കോഴ്സിനെ പോകുള്ളൂ. ഇപ്പോൾ ജർമ്മനിയിൽ നിങ്ങൾ ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കാൻ പോകുന്നതിനേക്കാളും കുറച്ചുകൊണ്ടെന്നുള്ളത് ഞാൻ പറയും ചിലപ്പോൾ ഫ്രാൻസിലായിരിക്കും. കാര്യം യൂറോപ്പിൻ്റെ ബിസിനസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫ്രാൻസാണ്. ലക്സംബർഗ് യൂറോപ്പിൽ തന്നെ മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സ്ഥലമാണ് ലക്സംബർഗ്. അവിടെയാണ് ഈ നമ്മുടെ ഇൻഷുറൻസ് കമ്പനികളുടെയും ബാങ്കുകളുടെയും ഹെഡ് ഓഫീസ് ഒക്കെ വന്നിട്ട് ലക്സംബർഗിൽ. ഫ്രാൻസിന്റെ തൊട്ട് മുകളിലായിട്ട് കിടക്കുന്ന ഒരു കൺട്രി, വളരെ ചെറിയ കൺട്രിയാണ്, പക്ഷേ ഇത് റിച്ചസ്റ്റ്. 90% എല്ലാവരും ഈ പറഞ്ഞ ഇന്റർനാഷണൽ എംപ്ലോയീസ് ആയത് കാരണം എല്ലാവരും ഇംഗ്ലീഷ് വളരെ നല്ലതാണ്. അതെ, ബിസിനസ് കോഴ്സുകൾക്ക് നല്ലതാണ്. നേരെ മറിച്ച് ബയോമെഡിക്കലോ അല്ലെങ്കിൽ ഓട്ടോമൊബൈലോ മെക്കാനിക്കലോ ആണെങ്കിലും ഞാൻ പറയും ജർമ്മനിയാണ് നല്ലത്. റീസൺ അതാണ്. മെഡിക്കൽ ഫീൽഡിൽ എപ്പോഴും ശ്രദ്ധിക്കുക,
നമ്മൾക്ക് ചുമയ്ക്ക് മരുന്ന് മേടിക്കാൻ വരുന്ന ഒരു രോഗിയോട് ചുമ കൂടാനുള്ള മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല അല്ലേ? അതാണ് പ്രശ്നം. എല്ലാ നാഷണാലിറ്റീസും ചിന്തിക്കുന്ന, പ്രത്യേകിച്ച് അവരുടെ മെഡിക്കൽ ഫീൽഡിൽ എനിക്ക് എൻ്റെതായ ലാംഗ്വേജിൽ നേഴ്സിനോടോ ഡോക്ടറോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മുടെയൊക്കെ ഗ്രാൻഡ് പേരൻസ് അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അവർക്ക് ഡോക്ടറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോക്കൽ ലാംഗ്വേജല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ രാജ്യങ്ങൾ നിർബന്ധം പിടിക്കുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനും അറിയാനും പറ്റിയാലും മാത്രമേ അവരുടെ മെഡിക്കൽ ഫീൽഡിൽ കയറാൻ പറ്റുള്ളൂ. ഇതറിയാതെയാണ് കുട്ടികൾ അവിടെ പോകുന്നത്. പിന്നെ ഇവർ എന്തിനും നിർബന്ധിതരാവും, കെയർ ഹോമിൽ വർക്ക് ചെയ്യാൻ നിർബന്ധിതരാവും. നിങ്ങൾ എത്ര നാൾ ഒരു പ്രായമുള്ള അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ഈ പറഞ്ഞ നാപ്കിൻ മാറ്റും? പ്രശ്നമാണ്. നിങ്ങളുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ നിങ്ങളെ തിരിഞ്ഞു കുത്തിക്കൊണ്ടിരിക്കും 2 വർഷം കഴിയുമ്പോൾ. പിന്നെ ഇവരുടെ മൂഡ് സ്വിങ് എപ്പോഴും നമ്മളെ പോലെ അത്ര ഹെൽത്തി ഫാമിലി റിലേഷനുള്ള ഫാമിലി ഒന്നും അല്ല യൂറോപ്പിലെ. ഇവരുടെ മൂഡ് സ്വിങ് ഇവരെ പല രീതിയിലുള്ള വികാരങ്ങൾക്ക് അടിപ്പെടുത്തും. ചിലപ്പോൾ ഇത് വയലൻ്റ് ആവും, ചിലപ്പോൾ നമ്മൾ ചീത്ത വിളിക്കും. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഡിഗ്രി ഉള്ള കുട്ടി, നമ്മൾ ഓർക്കുക, നമ്മൾ പഠിക്കാൻ പോകുന്നതും സ്വപ്നം കാണുന്നതും ഒരു വൈറ്റ് കോളർ ജോബ്, അവിടെ ചെന്ന് ചെയ്യുന്നതോ ഇതേമാതിരി അടിമപ്പണികളാണ്. അപ്പോഴാണ് പതുക്കെ റിയലൈസ് ചെയ്ത് തുടങ്ങുന്നത് ഇത് വേണ്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റുകളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. എന്നിട്ട് എന്നോട് ക്രോസ് വെയർ ചെയ്യാം, സാർ എന്നോട് ഒരു കാര്യം പറഞ്ഞു, അത് ശരിയാണോ അല്ല തെറ്റാ. അല്ല ഇതൊന്നും വേണ്ട, യൂട്യൂബ് ചാനലുകളിൽ വീഡിയോ ആയിട്ട് യൂട്യൂബ് ചാനലിൽ എല്ലാം ഒത്തന്റിക്കാന്ന് ഞാൻ പറയില്ല, അല്ല ഒരിക്കലും. ഇപ്പൊ നല്ല ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ചിലപ്പോൾ ഒരു വികാരത്തിന്റെ പുറത്തെടുക്കുന്ന യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. നിങ്ങൾ ആരും വരരുതേ, ഇവിടെ കഷ്ടപ്പാടാണ് എന്നൊക്കെ പറഞ്ഞു. ചിലർ നന്നായിട്ട് പോകുന്നവരും ഉണ്ടാവും, മനസ്സിലാവും. അപ്പൊ ചിലപ്പോൾ ഒരു പക്ഷേ അവനെ ആരെങ്കിലും ചതിച്ചതോ അല്ലെങ്കിൽ അവന്റെ കയ്യിൽ പോകണ്ടോ ചിലപ്പോൾ അങ്ങനെ പറ്റിയതായിരിക്കും. അതുകൊണ്ട് എല്ലാ യൂട്യൂബ് ചാനലും പറയുന്ന ആൾക്കാർക്ക് ശരിയാണെന്ന് ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. വിദേശത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ എടുക്കുന്ന കോഴ്സുകൾ ഈ കാര്യങ്ങൾ ഇങ്ങനത്തെ കുറെ വീഡിയോസ് ഒരുപാട് പേരെ പേടിപ്പിക്കുന്നുണ്ട്. പലരും ഇങ്ങോട്ട് വരണ്ട, ഇത് ക്യാപ്ഷൻ തന്നെ അങ്ങനെയാണ്. അപ്പൊ തന്നെ പലരുടെയും ഡൗൺ ആവും, മൈൻഡ് ഡൗൺ ആവും, അയ്യോ എന്നുള്ള രീതിയിലേക്ക് ആവും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓർക്കുക, ഇപ്പം നമ്മുടെ ഇന്ത്യയിലും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. വിദേശത്ത് പഠിച്ചാലും നിങ്ങളുടെ ഡിഗ്രിക്കാണ് നിങ്ങൾ വാല്യൂ കൊടുക്കേണ്ടത്. ഇപ്പം വിദേശത്ത് പഠിക്കുന്ന ഒരുപാട് UK-ലും യൂറോപ്പിലൊക്കെ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഗൾഫ് സെക്ടറിൽ വന്നിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവിടെയൊക്കെ ഡിമാൻഡ്സ് ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്കൊരു ലാംഗ്വേജിന്റെ കോൺഫിഡൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തിന്റെ ഏത് കോണിൽ വേണമെങ്കിലും പോയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ പോയി പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ആ രാജ്യത്തെ കൾച്ചറും ഒക്കെ കണ്ടവരാണ്, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻറ്റ് വരും. ഞാൻ എവിടെ ചെന്ന് വീണാലും 4 കാലിലേ വീഴുള്ളൂ. അതാണ് എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻറ്റ്. പിന്നെ ഈ പറഞ്ഞ പോലൊരു കാര്യമാണ്, ഒരു എക്സാമ്പിൾ പറയാം. റീസെൻ്റ്ലി നമ്മൾ കേട്ടൊരു കാര്യം, ഒരു കുട്ടിയോട് എന്താണ്ട് ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ജർമ്മനിയോ ഫിൻലൻഡോ കണ്ട് അഡ്വർടൈസ്മെൻറ്റ് കിട്ടി. അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, കുട്ടി കൺസൾട്ടൻസി ചെന്നു, പറഞ്ഞു ഡിപ്പെൻഡായിട്ട് നമുക്ക് കൂടെ പോകാമെന്ന് പറഞ്ഞു. പഠിക്കാൻ പോയ പെൺകുട്ടി പഠിച്ചത് ഡേറ്റ സയൻസ് മാതിരിയുള്ള കോഴ്സ് ചെയ്തു, അപ്ലൈഡ് യൂണിവേഴ്സിറ്റി ഇൻ ഫിൻലൻഡിലായിരുന്നു. കുട്ടിക്കും ഹസ്ബൻഡിനൊക്കെ വിസ വന്നു. കുട്ടിക്ക് 2 വയസ്സേ ഉള്ളൂ. അവിടെ ചെന്നു, പെട്ടെന്ന് ഇറങ്ങി, കോൾഡ് ക്ലൈമറ്റ് ആയിരുന്നു. ആ കുട്ടീനെ അത് അഫക്റ്റ് ചെയ്തു. ആൾക്ക് പിന്നെ അസുഖങ്ങളായി, ന്യൂമോണിയ, തിരിച്ച് നാട്ടിൽ വരേണ്ടി വന്നു. യൂണിവേഴ്സിറ്റി ചോദിച്ചപ്പോഴത്തേക്ക് ഫീസ് തിരിച്ച് കിട്ടിയില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഓർത്ത് നോക്കിയാൽ ഒരു റിസർച്ച് നടത്താനാണ് നിങ്ങൾ ഒരു രാജ്യത്തേക്ക് പോകണം. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു ഷർട്ടോ ഷൂവോ മേടിക്കണമെങ്കിൽ 100 റിസർച്ച് നടത്തും അല്ലേ? ഈ രാജ്യത്തെ സോഷ്യൽ സെക്യൂരിറ്റി എന്താണ്, അവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷൻ എന്താണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താണ്, നമ്മുടെ കൂടെ വരുന്ന ഡിപ്പെൻഡൻസിൻ്റെ സെക്യൂരിറ്റി, അവർക്കുള്ള എഡ്യൂക്കേഷൻ എങ്ങനെ, ഇതൊന്നും തിരക്കില്ല. അപ്പോൾ അത് ചെയ്യേണ്ടിയിരുന്നത് ഒന്നില്ലെങ്കിൽ ഈ കുട്ടി ആദ്യം പോകണമായിരുന്നു, പോയിട്ടൊരു ഷെൽട്ടറൊക്കെ ഒരുക്കിയിട്ട് വേണമായിരുന്നു ആ ഹസ്ബൻഡിനെയും കുട്ടിയെയും കൊണ്ടുപോകാനായിട്ട്. അതുപോലെ ഫാമിലിയായിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ കുട്ടികൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇന്ത്യക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇവർക്കും അവിടെ പഠിക്കാൻ പറ്റും, കുട്ടികൾക്കും അവിടെ പാരലി ജോയിൻ ചെയ്യാൻ പറ്റും. ഇതൊന്നും റിസർച്ച് ചെയ്യാതെ കാലയഴിച്ച് വിട്ട പോലെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പം ഈ ഏജ് ഗ്യാപ്പ് ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ആഡ്സ് കാണാറുണ്ട്. 65 വയസ്സുള്ള ഒരു ആൻറ്റീനെ കാനഡയിലേക്ക് വിട്ടെന്ന് പറഞ്ഞ് ഞാനൊരു പോസ്റ്റർ കണ്ടു. 65 വയസ്സുള്ള ഒരു ആൻറ്റിക്ക് വിസ കിട്ടിയിട്ടുണ്ടാവും. അത് വെച്ച് അങ്ങ് എക്സ്പ്ലോർ ചെയ്യുവാണ്, എല്ലാവർക്കും കിട്ടുമെന്നുള്ളത്. നോക്ക്, ഒരു രാജ്യത്തേക്ക് നിങ്ങളെ കടത്തിവിടണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ഒരു എംബസി ഓഫീസറുടെ ഡിസിഷനാണ്. അപ്പോൾ ആ എംബസി ഓഫീസർക്ക് ചിലപ്പോൾ ആ പർട്ടിക്കുലർ ആളുടെ ബാക്ക്ഗ്രൗണ്ട്, അതായത് അയാളുടെ എക്സ്പീരിയൻസും അയാളുടെ എഡ്യൂക്കേഷനും പഠിക്കാൻ വേണ്ട കോഴ്സും ഒക്കെ ഒരു കോറിലേഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾ വിസ കൊടുത്തിട്ടുണ്ടാവും. നേരെ മറിച്ച് നിങ്ങളുടെ ആൻറ്റിയോട് പോയി പറഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ നമ്മൾ ഏജ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചതിക്കരുത്. എന്താ പ്രശ്നം അറിയാം, അവരൊരു ജീവിതത്തിന്റെ പകുതി കഴിഞ്ഞവരാണ്. പിന്നെയും ഒരു രക്ഷയില്ലാഞ്ഞിട്ടായിരിക്കും പുതിയൊരു രാജ്യം തേടി പിടിച്ചു പോകണം. അവര് ഭയങ്കര പ്രതീക്ഷയുടെ സ്വപ്നങ്ങളിലൂടെയൊക്കെ ആയിരിക്കും പോണേ. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ ഇത് അപ്ലൈ ചെയ്തിട്ട് ഏജൻസികൾ ചിലപ്പോൾ അവരുടെ നിന്ന് പൈസ മേടിച്ചെടുക്കും. എന്നിട്ട് വിസ കിട്ടില്ല എന്നുണ്ടെങ്കിൽ സോറി നിങ്ങളുടെ വിസ കിട്ടില്ലെന്ന് അവർക്കൊരു വാക്കിൽ അത് കൈയൊഴിയാം. പക്ഷെ ആളുടെ ഒരു വർഷത്തെ സ്വപ്നങ്ങളാണ് അവിടെ തകർന്നിരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ ഒരു ഗാംബ്ലിംഗ് ആണ്. ശരിയാണ്, ഞാനും കേട്ടിട്ടുണ്ട് പരസ്യങ്ങളൊക്കെ, പക്ഷേ ഐ ഡോണ്ട് ടോട്ടലി ബിലീവ് ഇൻ ദാറ്റ്. സി യു ഹാവ് ടു ഡു ഓൾ ദ വർക്ക്സ്. എല്ലാ ഗ്രൗണ്ട് റൂട്ടും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ. യൂണിയാർക്ക് അങ്ങനെ പ്രലോഭനങ്ങളൊന്നും ആർക്ക് കൊടുക്കാറില്ല, ഞങ്ങൾ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടില്ല. അപ്പം പറയേണ്ട ഇതാണ്, നിങ്ങളാണെങ്കിലും എവിടെയെങ്കിലും ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു ഗ്യാരണ്ടീഡ് ഓപ്ഷൻ ആണോ അതോ ഇതൊരു ഗാംബ്ലിംഗ് ആണോ?
ഗാംബ്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ റിസ്ക് ഏറ്റെടുത്തേ പറ്റുള്ളൂ. അല്ല, ഈ ഗ്യാപ്പ് വേണോന്ന് ഇവർ ഇങ്ങനെ പരസ്യം ചെയ്യുന്നതിനൊരു ഇതെന്താണ്? ഇപ്പം മാക്സിമം ഡേറ്റ കളക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. മാക്സിമം ഡേറ്റ കളക്ട് ചെയ്യുക, അങ്ങനെയല്ല, എന്താ പറയുക, അങ്ങനെ 1-2 പേരെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ. ഞാൻ ഏജൻസിയുടെ പേരൊന്നും പറയുന്നില്ല. ഈ ഗ്യാപ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഉള്ള ഏജൻസികൾ, അതേപോലെ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് കുറവാന്ന് പറഞ്ഞ ഏജൻസികളൊക്കെ കുട്ടികളിൽ നിന്ന് ചാർജ് ചെയ്യുന്നവരാണ്. എല്ലാ എബ്രോഡ് എഡ്യൂക്കേഷൻ ഏജൻസികൾക്കും സർവീസ് ഫീസ് എന്നുള്ള രൂപേണ അതാത് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു നിശ്ചിത തുക കിട്ടുന്നുണ്ട്. അപ്പം ലീഗലി പറഞ്ഞാൽ നമ്മൾ കുട്ടികളിൽ നിന്ന് ചാർജ് ചെയ്യാൻ പാടില്ലെന്നാണ് വെൻ വി ആർ സൈനിങ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദി ഏജൻസി ആൻഡ് ദി യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന എൻ്റെ ബ്രീച്ചാണ് നമ്മൾ ഈ കുട്ടികളിൽ നിന്ന് ചാർജ് ചെയ്യുന്നത്. 2 ലക്ഷം 3 ലക്ഷം ഒക്കെ മേടിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഈ പറഞ്ഞ പോലെ പൈസ മേടിച്ചിട്ട് ഏറ്റവും അവസാനം അവർക്ക് നഷ്ടപ്പെട്ടാൽ ഇവർ തുടക്കത്തിൽ ഒരു ഫോമോ ക്ലോസോ ഒക്കെ എഴുതി മേടിക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. വിസ രജിസ്റ്റർ ആയ ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. പക്ഷേ ഏജൻസിക്ക് ഏജൻസിയുടെ പൈസ കിട്ടിയില്ലേ? അതാണ് നേരത്തെ പറഞ്ഞ പ്യുവർ കൊമേഴ്ഷ്യലൈസ്ഡ് ബിസിനസ് ആയിക്കോ. നിങ്ങൾക്കും ഇൻകം വേണം, നിങ്ങൾക്ക് സ്റ്റാഫ് ഉണ്ട്, നിങ്ങൾക്ക് റെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെൻസിൻ്റെ അകത്തുണ്ട്, ബിസിനസ് ആവാം, അല്ലാന്ന് പറയാം. ഇത് ടിപ്പിക്കൽ കണ്ണിങ് ബിസിനസ്സിലേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നം. ഇങ്ങനെയുള്ളവരാണ് പത്രത്തിൽ കാണുന്നത്. ഇന്നിവിടെ പൊങ്ങിട്ട് നാളെ ബോംബെയിൽ പൊങ്ങുന്നവരെ. അതെ അതെ അതെ. ഈ അടുത്തൊക്കെ എറണാകുളത്തൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഒരുപാട് കേസസ് അല്ലേ? ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഏജൻസികൾ നമ്മുടെ അവിടെയൊക്കെ റെഗുലർ പോലീസിന്റെ ഒക്കെ ചെക്കൊക്കെ ഇതിന് ബന്ധപ്പെട്ട് വരാറുണ്ട്. എന്താണ് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്, എത്ര പിള്ളേരെ വിട്ടു, അതൊക്കെ ഉണ്ട്. അത് നമ്മൾ ഓപ്പൺ ആയിരിക്കണം. നമ്മളൊരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്തിൽ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ റൂളുകളും അവിടുത്തെ റൂളുകളും ആദർ ചെയ്തേ പോകാൻ പറ്റുള്ളൂ. ഇതിപ്പം ഞാനും എൻ്റെ പാർട്ണർ റോഫിയും കൂടി തുടങ്ങിയത് ഇന്നോ നാളെ പൂട്ടിക്കെട്ടാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബോംബെ പോയി ജീവിക്കാനോ അല്ല. നമുക്കൊരു ഫാമിലി ഇവിടെ ഉണ്ട്, നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. എനിക്കും റോഫിക്കും ഈ പറഞ്ഞ വൈഫ് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഒരു നല്ല ഓർഗനൈസേഷൻ രീതിയിലാണ്. ഇതൊരു ഇമ്പാക്റ്റാണ് ഞങ്ങളുടെ. പക്ഷേ ഇതൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പോലീസോ അല്ലെങ്കിൽ നമ്മുടെ കേരള ഗവൺമെന്റ് ഇതിനൊരു സ്റ്റെപ്പ് എടുക്കുന്നില്ല എന്നുള്ള പ്രശ്നം. ലൈസൻസിൻ്റെ അത് കൊണ്ടുവന്നാൽ കുറേയൊക്കെ നമുക്ക് തട്ടിപ്പിൻ്റെ അകത്ത് ഒഴിവാക്കാം. ഇപ്പോൾ യൂണിയാക്കിനെ സംബന്ധിച്ചിടത്തോളം സേ ഫോർ എക്സാമ്പിൾ UK ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാ കൗൺസിലേഴ്സും ബ്രിട്ടീഷ് കൗൺസിൽ ട്രെയിൻഡ് കൗൺസിലേഴ്സാണ്. അവർക്കൊരു എക്സാംസ് ഉണ്ട്, എക്സാം പാസ്സായി. ഫ്രാൻസിലാണെന്നുണ്ടെങ്കിൽ ക്യാമ്പസ് ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ട് ഏജൻസിയുടെ, അതൊരു ഗവൺമെൻറ് ഏജൻസിയാണ്, അവരുടെ ട്രെയിനിങ് നമ്മൾ പാസ്സാകും. അങ്ങനെ ഓരോ കൺട്രിക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണം. അതില്ല എന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനകത്തൊരു ഫ്രെയിം വർക്ക് എന്താ ഉള്ളത്? നമുക്ക് തോന്നിയ ദിവസം എല്ലാവരും വിളിച്ച് പറഞ്ഞു. പ്രത്യേകിച്ച് പലരും ഒരുപാട് കഷ്ടപ്പെട്ട് പൈസയൊക്കെ റെഡിയാക്കി ഒരു പ്രതീക്ഷയോടെ പോവാതിരിക്കുന്നവരാണ്. എബ്രോഡ് എഡ്യൂക്കേഷൻ പോകാൻ ചിരിക്കുന്ന കുട്ടികളിൽ ഒരു 60% സർവേ പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നോ ഒരു ജസ്റ്റ് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നുള്ളവരായിരിക്കും. അവർക്ക് 20-25 lakhs ഒക്കെ റേസ് ചെയ്ത് വരുന്നത് ചുമ്മാ എങ്ങൊന്നുമല്ല. അപ്പോൾ അതൊക്കെ ചീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം ഇങ്ങനത്തെ അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ കണ്ടുവരുന്ന ചില സ്റ്റുഡൻസ് പറഞ്ഞ പോലെ അവർക്ക് എങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം എന്നറിയാത്ത ഓരോ പേരുണ്ടാവും. ഇത് സത്യമാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെ അറിയാത്ത. അപ്പം അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ അതിന് ഗൈഡ് ചെയ്യുമോ? അങ്ങനെ ഉറപ്പായിട്ടും. ഒന്നില്ലെങ്കിൽ ആ കുട്ടികളോട് 2-3 ഏജൻസികൾ ഇതിനെപ്പറ്റി തിരക്കാൻ പറയും. പ്രോപ്പറായിട്ട് ഇപ്പം ഏത് കൺട്രിയാണ് ഈ അഡ്വർടൈസ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന ഓഫർ കൊടുക്കുന്നത് നോക്കും. ആ കൺട്രിയുടെ വെബ്സൈറ്റിൽ അവരുടെ വീസ മാനദണ്ഡങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വീസ തരണമെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കണമെന്നുള്ള ആ വീസ മാനദണ്ഡങ്ങളാണോ ഇവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ചോദിക്കുക. ഇനി ഒന്നും വേണ്ട, നമ്മുടെ സർക്കാർ ഇവിടെ നോർക്ക റൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗവൺമെന്റ് ഏജൻസി ഉണ്ട്. നോർക്ക റൂട്ട്സ് പണ്ടുപോലെയുള്ള അവരുടെ കാര്യക്ഷമമാണോ എന്ന് എനിക്കറിയില്ല. പുല്ലേപ്പടി എറണാകുളത്താണെങ്കിൽ പുല്ലേപ്പടി പാലത്തിന്റെ എവിടെയാണ് ഇതുപോലുള്ള വ്യാജ വാഗ്ദാനങ്ങൾ നമുക്ക് അവരുമായിട്ട് ചെക്ക് ചെയ്യാം, അവർക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ. ഇനി ഈ പർട്ടിക്കുലർ ഏജന്റ് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി പറ്റി ആയിരിക്കുമല്ലോ, ആ യൂണിവേഴ്സിറ്റിയുടെ ഇമെയിൽ ഐഡിയും വെബ്സൈറ്റും ഡെഫിനറ്റ്ലി അവൻ ആക്സസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ സ്റ്റുഡന്റിന് ജസ്റ്റ് ഒരു മെയിൽ അയക്കുക, ഐ ഹാവ് എ പ്രപ്പോസൽ ഫ്രം ദിസ് ഏജൻസി കോൾ, അതാണ് പേര്, അപ്പോൾ ഇന്ന കാര്യങ്ങൾ അവർ പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ട്രൂ. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തിരിച്ച് റിപ്ലൈ ചെയ്യും. കാരണം പലരും ഇത് റിസർച്ച് ചെയ്യാൻ നോക്കുമ്പോൾ ഇപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ നോക്കുമ്പോൾ പല രീതിയിലുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും. അപ്പോൾ ഇവർക്ക് ഏതാണ് വിശ്വസിക്കേണ്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത. ഒബിയസ്ലി വളരെ ശരിയാണ്, ഞാൻ അതിനോട് വളരെ യോജിക്കുന്നു. പലരും പലത് പറയാം. ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് അവർക്ക് തോന്നാം. അതിവിശ്വസനീയമായ രീതിയിലാണ് ഇതൊക്കെ പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ വേറെ കാര്യമാണ്, ഇത് പ്രസന്റ് ചെയ്യുന്ന ഗ്രൂപ്പും ഒരു വലിയ കാര്യമാണ്. ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ അടുത്തായിരിക്കും. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ എൽവിൻ ഏതെങ്കിലും ഒരു ഏജൻസിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ UK പോകുന്നതിന് മുമ്പ് നാട്ടുകാരോടും വീട്ടുകാരോടും പറയും. അതാണ് ഏറ്റവും പ്രശ്നം. എൽവിൻ പറയുന്നതിനെക്കാട്ടും എൽവിന്റെ പേരൻസും മമ്മിയൊക്കെ അറിയും. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അറിയാം എൻ്റെ മറ്റേ UK പോവാ എന്നൊക്കെ പറഞ്ഞ് തള്ളിയും കൂടും. എന്നിട്ട് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് അബദ്ധത്തിൽ ചാടുമ്പോൾ വീണ്ടും പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഒരു ഫ്രസ്ട്രേഷനിൽ ഇരിക്കുമല്ലേ. അപ്പോൾ നിങ്ങളെ തപ്പി കണ്ടുപിടിച്ച് ഇവന്മാർ ഈ ഓഫർ ഇട്ട് തരും, നിങ്ങൾക്ക് പെട്ടെന്ന് പോകാം, ഇത്ര ഗ്യാപ്പ് പ്രശ്നമില്ല, അവിടെയും കൊണ്ട് അവർ പൈസ കളയും. അപ്പോൾ അവർക്കറിയാം ഇത് എവിടെയാണ് കറക്റ്റായിട്ട് പിച്ച് ചെയ്യുന്നത്, പൊള്ളിക്കേണ്ടതെന്നറിയാം, കറക്റ്റായിട്ട് പിടിക്കുകയും ചെയ്യും. പിന്നെ എന്താ പറയുന്നത്, എല്ലാവരും UK, ഷെങ്കൻ കൺട്രീസ്, അതുപോലെ ഇങ്ങനെയൊക്കെ പ്രിഫർ ചെയ്യുന്നത്, കാനഡ. പക്ഷേ ആരും ഈ UAE-ലേക്കൊന്നും പഠിക്കാൻ പോയി കണ്ടിട്ടില്ല. അല്ല, കുറവാണ്, താരതമ്യേന കുറവാണ്. ഇപ്പോൾ ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല, ഇപ്പോൾ പോകുന്നുണ്ടോന്ന് അറിയില്ല. പക്ഷേ എന്നാലും വൈ നോട്ട് UAE? ഈ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊരു ആറ്റിറ്റ്യൂഡാണ്.
മലയാളികൾക്ക് എപ്പോഴും യു എ എന്ന് പറഞ്ഞൊരു പുച്ഛമായിരുന്നു പണ്ട്. പറഞ്ഞു കേട്ടിട്ടുണ്ട് 70കളിലും 80കളിലൊക്കെ ബോംബെ, ഡൽഹി ആയിരുന്നു ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. നമ്മളിപ്പോൾ പല ബിസിനസ്സുകാരുടെ കഥകളൊക്കെ ഇപ്പോൾ ബോംബെ ട്രെയിൻ യാത്ര ചെയ്ത് ഒരു മുറിയിൽ 10 പേര് കിടന്നുറങ്ങി, അതൊക്കെയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ പുച്ഛമായിട്ട് പിന്നെ ഗൾഫിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ എല്ലാ മലയാളികളുടെയും അല്ല ഒരു ആവറേജ് ഒരു 90% ആൾക്കാരും എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട് ഗൾഫിൽ പോയവരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഗൾഫിലുള്ളവരോ. അപ്പോൾ അവർ പറയും ഇവിടെ ഇതാണ് അതാണ്, ഇതൊക്കെ തേനും പാലും പ്രതീക്ഷയായിരിക്കും പോയത്. പിന്നെ നമുക്ക് നമ്മുടേതായ ഒരു അറ്റ്മോസ്ഫിയറാണ് എപ്പോഴും ഗൾഫിലും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ വിചാരം എന്താ, അതിനേക്കാൾ അപ്പുറം അതൊക്കെ മേലെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം, ഗൾഫിലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് യു എയിൽ GCC കൺട്രീസിൽ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ അറബിക് യൂണിവേഴ്സിറ്റികളൊക്കെയാണ് കൂടുതൽ. അവർ അപ്ലൈ സയൻസ് ആണെങ്കിലും അവരുടെ ലോക്കൽ ലാംഗ്വേജിലാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ദുബായിലെ നോളജ് സിറ്റി പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ഓസ്ട്രേലിയൻ, US ആൻഡ് UK യൂണിവേഴ്സിറ്റികൾ, നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ അവിടെ ക്യാമ്പസ് ഇടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് അഷ്യൂർ ചെയ്യുന്ന ഒരു കൺട്രിയാണ് UAE. പിന്നെ ഫ്ലെക്സിബിൾ സ്റ്റഡി ഓപ്ഷനാണ്. അപ്പം കുട്ടികൾക്ക് നൈറ്റിൽ പഠിക്കാം, ഈവനിങ് ബാച്ചസ് അറ്റൻഡ് ചെയ്യാം 7 to 10. ഇപ്പം പുതിയൊരു റൂൾ ചേഞ്ച് വരാൻ പോകുന്നത് എമിറേറ്റ് ID കുട്ടികൾക്ക് കൊടുക്കുന്നു. ആ എമിറേറ്റ് ID കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്കും വേണമെങ്കിൽ അവിടെ വർക്ക് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എബ്രോഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്സാണ്. ഒരു ലോക്കൽ സ്റ്റുഡൻറ്റിൽ നിന്ന് കിട്ടുന്നതിൻ്റെ 3 ഇരട്ടി ഫീസാണ് ഒരു വിദേശ കൊടുക്കുന്നത്. അപ്പം ഇപ്പം ഈ കൺട്രികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം, കണ്ടമാനം മൈഗ്രേഷൻ വന്നു കഴിയുമ്പോൾ യിലാണെങ്കിലും അവർ കൺട്രോൾ ചെയ്യും ഉറപ്പായിട്ടും. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ഇപ്പം നമ്മുടെ ഋഷി സുനക് അവിടെ കയറിയപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തു ഇന്ത്യക്കാരൻ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ വൈഡ് ഓപ്പൺ ആക്കും. അങ്ങനെയൊന്നുമല്ല. ഒബ്വിയസ്ലി കൺസർവേറ്റീവ്സ് എപ്പോഴും ഈ പറഞ്ഞ പോലെ അവരുടെ കൂടെ നിൽക്കുന്നവരാണ്. അപ്പം ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എലക്ഷൻ വരാൻ പോവാണ്. സോ ലോക്കൽ ആൾക്കാരെയും സൂചിപ്പിക്കുക എന്നുള്ളത് പുള്ളിയുടെ ഒരു പ്രശ്നമാണ്. അപ്പം എമിഗ്രേഷൻ റൂൾ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പേട്രിയോട്ടിക് എന്താ പറയുന്നത് ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാവും. ഓക്കെ, ഇവൻ നമ്മുടെ ആളാണ്, അവനങ്ങനെ വലിയ ആൾക്കാരെ ഒന്നും പുറത്തുള്ള ആൾക്കാരെ കണ്ടുപോകാൻ ബംഗാളികൾ കൂടുമ്പോൾ ലോക്കൽസ് നമ്മൾ കേരളത്തിലുള്ളവർ തന്നെ ഓട്ടോമാറ്റിക് ഇപ്പൊ പ്രതിഷേധങ്ങൾ പലയിടത്തും ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അരി കൊടുക്കാം, റബ്ബറിന് വില കൂട്ടാം, കാര്യം അത് നമ്മുടെ നീഡാണ്. അവിടെ ആ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഉണ്ട്. അവർ ഡെവലപ്ഡ് നേഷനാണ്. പിന്നെ അവരൊക്കെ എപ്പോഴും ചിന്തിക്കുന്നത് ഈ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ എമിഗ്രേഷൻ കൊണ്ടായിരിക്കും. അപ്പോൾ എമിഗ്രേഷൻ റൂൾ ടൈറ്റ് ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി പുള്ളിക്ക് ഒരു വില കിട്ടും. അത് കൺട്രികൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള പൈസ, അതായത് ഓരോ സിറ്റി കൗൺസിലുകൾക്കും അതാത് സ്ഥലത്തെ യൂണിവേഴ്സിറ്റിയിൽ ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കുന്നുണ്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ സിറ്റി കൗൺസിലിൻ്റെ വരുമാനം നിൽക്കുമ്പം എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കലി ഡെവലപ്മെൻറ്റ് നിൽക്കും. പിന്നെ ഇവർ ഓട്ടോമാറ്റിക്കലി പ്രഷറൈസ്ഡ് ആവും ഇത് തുറക്കാൻ വേണ്ടി. അപ്പോഴാണ് പിന്നെയും വിൻഡോസ് വൈഡ് ഓപ്പൺ ചെയ്യുന്നത്. ഞാൻ ഈ ഇൻഡസ്ട്രിയിലായിട്ട് ഏതാണ്ട് ഒരു 13 വർഷത്തോളമായി. ഇത് 2012-13 കാലഘട്ടങ്ങളിലൊക്കെ ഇന്ന് ഭയങ്കര ഓപ്പണായി വന്നിട്ട് പിന്നെ ഇതങ്ങ് ഡൗൺ ആയി, പിന്നെയും അത് ഓപ്പൺ ആവും. അപ്പം ഇങ്ങനെയാണ് ഈ എമിഗ്രേഷൻ്റെ ഒരു റിലാക്സേഷൻ എപ്പോഴും വരുന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് UAE വളരെ നല്ല ഓപ്ഷനാണ്. അപ്പം ഇന്നത്തെ കുട്ടികൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത് ഭയങ്കര സേഫാണ്. വേറൊന്നുമല്ല, വലിയ എക്സ്പെൻസ് ഒന്നുമില്ല. നമ്മുടെ നാട്ടിലെ ഫീസൊക്കെ തന്നെ UAE ആവുന്നുള്ളൂ. പിന്നെ റീച്ചും ഭയങ്കര എളുപ്പമല്ലേ, 3 മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മളവിടെ എത്താം. ഒരുപാട് ദൂരത്തൊന്നുമല്ല. അങ്ങനെയുള്ള ടാക്സ് ഫ്രീ ആണ് അല്ലേ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഞാൻ വിദേശ രാജ്യങ്ങളിൽ ടാക്സ് കളക്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇതിനൊന്നുമല്ല, നമുക്ക് കളക്ട് ചെയ്യുന്ന ടാക്സിനെ തിരിച്ച് ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, അത് ഈ UK ആണെങ്കിലും 42% ഒക്കെ ടാക്സ് അത്രയും കിട്ടുന്നുണ്ട്. നമുക്ക് അതിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? പിന്നെ ഓർത്ത് നോക്കിയാൽ നമ്മുടെ ആശുപത്രികൾ ഒക്കെ ഇപ്പം നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളൊക്കെ ഇവിടുത്തെ പ്രൈവറ്റ് ആശുപത്രിയുടെ സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലേ. നമ്മൾ ടാക്സ് കൊടുക്കാൻ വേണം, ടോൾ അടയ്ക്കണം, എന്നിട്ട് ഈ കുഴി ചാടണം, കാറിന് വെക്കുന്നത് വേറെ കൊടുക്കണം, ആശുപത്രി പോകണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആശുപത്രി പോകണം, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഷുറൻസിന് ഡിപ്പെൻഡ് ചെയ്യണം. ആ പരിപാടികളൊന്നും അവിടെ ഇല്ല. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ 10 ചതുരശ്ര കിലോമീറ്ററിലുള്ള ആൾക്കാർക്ക് ഒരു പാർക്ക് ഉണ്ട്. അപ്പോൾ ഓർത്ത് നോക്കിയാൽ എല്ലാവർക്കും നല്ല വെതർ, നല്ല റോഡുകൾ, നല്ല സോഷ്യൽ സെക്യൂരിറ്റി. നിങ്ങൾ ജോബ്ലെസ് ആണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ഇങ്ങോട്ട് ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യും, ഫുഡ് പ്രൊവൈഡ് ചെയ്യും. അത് എല്ലാവർക്കും ഇന്റർനാഷണൽ സിറ്റിസൺസിനും. ഈ കാനഡയിലൊക്കെ റേഷൻസ് ഉണ്ട്, സ്റ്റുഡന്റ് റേഷൻസ് ഉണ്ട്. കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പ്രീ ബുക്ക് ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു എംപ്ലോയിനെ അവിടുന്ന് ഒരു കമ്പനി, നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടാവും, കാനഡയിലുള്ള ഒരു ഇന്ത്യൻ കമ്പനി അവിടുത്തെ എംപ്ലോയിനെ പിരിച്ചുവിട്ടു. വേറൊന്നുമല്ല, അവൻ സ്റ്റുഡൻസിന് റേഷൻ കിട്ടുന്ന സ്ഥലത്തു നിന്ന് ഫുഡ് എടുത്തിട്ട് അവന് പോസ്റ്റ് ചെയ്തു, ദിസ് ഈസ് ഹൗ മേക്ക് ഡോളേഴ്സ് എന്ന് പറഞ്ഞിട്ട്. സോ അവനത് അലൗഡ് അല്ല എടുക്കാൻ, ബിക്കോസ് ഈസ് ആൻ ഏണിംഗ് പേഴ്സൺ. സ്റ്റുഡൻസ് ഏൺ ചെയ്യാത്തവർ മാത്രമാണ് അവിടെ നിന്ന് എടുക്കേണ്ടത്. അപ്പം നമ്മുടെ മലയാളികളുടെ ഒരു കാറ്റാണ്. പണ്ട് ഞങ്ങൾ ന്യൂസിലൻഡിൽ ട്രാവൽ ചെയ്തപ്പോഴത്തേക്ക് ഒരു സൈഡിലൊരു ഒരു ചെറിയ നമ്മുടെ ഉന്തുവണ്ടി പോലത്തെ ഒരു വണ്ടി വെച്ചിരിക്കുന്നു. അതിൽ സൈഡിലൊരു ബോർഡുണ്ട്. ഒരു അന്നത്തെ കാലത്ത് ഒരു ചെറിയ ടിന്ന് വെച്ചിട്ടുണ്ട് പൈസ ഇടാൻ. അപ്പോൾ ആ ഒരു കർഷകന്റെ സൈഡിലാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ആവശ്യമുള്ള മുന്തിരി വേവിച്ച് ചെയ്തെടുക്കാം, നമുക്ക് പൈസ അതിൻ്റെ അകത്ത് ഇടാം. ആൾക്കാർ ചെയ്യും. നമ്മുടെ ഇവിടെ ആണെങ്കിലോ വണ്ടി ഉൾപ്പെടെ വീട്ടിൽ അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പം സോഷ്യൽ സെക്യൂരിറ്റി ആൾക്കാരുടെ പെരുമാറ്റമൊക്കെയാണ്. വണ്ടി പോയിട്ട് വീല് പോലും കാണത്തില്ല. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മളൊരു രാജ്യത്തെ എന്നാ മാനിക്കണം, കുറച്ചൊക്കെ അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ മാനിക്കുക.
പിന്നെ ഈ സ്റ്റേ ബാക്ക് ഒക്കെ 100% അഷ്യൂർ ചെയ്തിട്ടൊക്കെ ഉള്ള ആർട്സിനെ പറ്റി എന്താണ്? സ്റ്റേ ബാക്ക് 100% അഷ്യൂർഡ് ആണ്. പ്രൊവൈഡഡ് വർക്ക് ഒരൊറ്റ റൂൾ അതിന്റെ ബാക്ക് സൈഡിലുണ്ട്. സ്റ്റേ ബാക്കിന് പറയുന്ന പേര് ഗ്രാജുവേറ്റ് വിസ ആണ്. അതിനകത്ത് തന്നെ അതിന്റെ ഡെഫിനിഷൻ ഉണ്ട്. ഗ്രാജുവേറ്റ് ആവുന്നവർക്ക് മാത്രമേ സ്റ്റേ ബാക്ക് കിട്ടുള്ളൂ. ഒറ്റ കണ്ടീഷൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടുന്ന് പല ഏജൻസികളും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളോട് നിങ്ങൾക്ക് കിട്ടുന്ന വിസ ഇപ്പം UK പഠിക്കാൻ പോകുക അല്ലെങ്കിൽ കാനഡയിലാണെന്നെങ്കിൽ 5 വർഷത്തെ വിസ കിട്ടുന്നത് തെറ്റാണ്. നിങ്ങളുടെ കോഴ്സ് ഡ്യൂറേഷനിലേക്കുള്ള വിസ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആദ്യം കിട്ടുക. ആ കോഴ്സ് കഴിഞ്ഞിട്ട് അത് പാസ്സായാൽ പിന്നെയും നമ്മൾ വിസ ഫീസ് അടച്ചിട്ടാണ് നമ്മൾ അടുത്ത വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. ഇത് എല്ലാ ഏജൻസീസും ഇത് സത്യം പറഞ്ഞാൽ എല്ലാ വർഷങ്ങളും പറയുന്നില്ല എനിക്ക് തോന്നുന്നു അല്ലേ? ഓപ്പൺ ആയി പിന്നെ ചിലപ്പോൾ പരിമിതികളുണ്ടാവും, എല്ലാം കവറപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അപ്പം നമ്മളിതെന്ന് വെച്ചാൽ സമയമെടുത്ത് നേരത്തെ പറഞ്ഞല്ലോ കണ്ടമാനമൊന്നും നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് കുട്ടികളുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ട്. പിന്നെ ഏത് പാതിരാക്കി വിളിച്ചാലും നമ്മൾ ഏത് സ്റ്റാഫ് ആണെങ്കിലും ഫോൺ എടുക്കും, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതാണ് ഒരു നേച്ചർ. അതൊക്കെ തന്നെയാണ് എനിക്കൊന്ന് ഞങ്ങളുടെ ഗൂഗിൾ റിവ്യൂസിലൊക്കെ കുട്ടികൾ എഴുതിയിരിക്കുന്നത്. അതിൽ ഒരെണ്ണം പോലും ഞങ്ങൾ പൈസ കൊടുത്ത് ജയിച്ചതൊന്നുമല്ല. അതൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് വന്ന റിവ്യൂസ് ഒക്കെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ വന്നേക്കുന്ന മെയിൻ ആയിട്ടുള്ള റൂൾ ചേഞ്ചസ് എന്നൊക്കെയാണ് ഓരോ കൺട്രീസ് വൈസ്. യൂണിയാർക്ക് നമ്മൾ ഡീൽ ചെയ്യുന്ന 12 രാജ്യങ്ങളിൽ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു 8-9 രാജ്യങ്ങളിലാണ് പുതിയ റൂൾ ചേഞ്ചുകൾ ഇംപ്ലിമെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ആ ജിയോഗ്രഫി വൈസ് പറയാം. ഇപ്പോൾ നമ്മൾ കിഴക്കുന്ന് ഈസ്റ്റേൺ സൈഡ് തുടങ്ങുകയെന്നുണ്ടെങ്കിൽ ന്യൂസിലൻഡിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് കണ്ടമാനം എഡ്യൂക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവാതിരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു മോർ ദാൻ 5 ഇയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എംബസി ഓഫീസർ നോക്കും എന്താണ് ഇവൻ്റെ ഇൻറ്റൻഷൻ, ഇത്രയും വർക്ക് ചെയ്തിട്ട് പഠിക്കാൻ പോകണം. അപ്പം എഡ്യൂക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന എവിഡൻസ്, അതായത് എംപ്ലോയബിലിറ്റി ലെറ്റർ, അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാലറി വന്ന സ്റ്റേറ്റ്മെന്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ഒരു എംപ്ലോയ്മെന്റ് ലെറ്റർ ആർക്കും അടിച്ചുണ്ടാക്കാം അല്ലേ? അത് എംബസി ഓഫീസർക്ക് പിടിക്കുകയും ചെയ്യാം. അപ്പം എംബസി ഓഫീസർമാർ എങ്ങനെ ഇന്റർവ്യൂ നടത്തുന്ന രീതി എന്ന് വെച്ചാൽ, ഇപ്പം എൽവിനാണ് വിസിക്ക് ഫയൽ ചെയ്യുന്ന വിചാരിക്കുക, ഞാനും മറ്റേ ആഷിഖും അഷ്റഫും എംബസി ഓഫീസേഴ്സാണ്. അപ്പം നമ്മൾ രണ്ടുപേരും ഒരുപോലെ ആയിരിക്കും നിങ്ങളെ വിളിക്കുക. ഇപ്പം നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ അതെ ഒരു എംപ്ലോയി ലെറ്റർ നിങ്ങൾ തന്നു, ഞാൻ വിളിച്ചിട്ട് ഈ പറഞ്ഞ എംപ്ലോയറോട് ആദ്യം ചോദിക്കും, താങ്കളെയും വിളിക്കും, നിങ്ങളുടെ സ്റ്റുഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ എന്താ, അല്ലാതെ നിങ്ങൾ എത്ര സാലറി മേടിച്ചൊന്നുമല്ല. ടിപ്പിക്കായിട്ട് അവർക്ക് പിടിക്കാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഏത് ഫ്ലോറിലാണ് ഓഫീസ്, മനസ്സിലായോ? നിങ്ങൾ എങ്ങനെയാണ്, മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയായിരുന്നു, ഉച്ചയ്ക്ക് നിങ്ങളുടെ ലഞ്ച് ബ്രേക്ക് എങ്ങനെ ഫ്ലെക്സിബിൾ ആണോ, നിങ്ങളുടെ ഡ്രസ് കോഡ് എന്തായിരുന്നു, അങ്ങനെയൊക്കെ. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ചുമ്മാതൊന്നുമല്ല അവർ പിക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതപ്പം വെക്കുന്ന ഡോക്യുമെന്റിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെക്കാൻ കാര്യം, ആരും ഫ്രീ ആയിട്ട് കണ്ടമാനം അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരുന്നില്ല അല്ലേ? ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമല്ല പൈസ തരുള്ളൂ, അതുകൊണ്ട് നിർബന്ധമാണ്. ഇൻകംസ് വൈസ് നോക്കുമ്പോൾ പേരൻസിന് അറ്റ്ലീസ്റ്റ് ഒരു 10 ലക്ഷം രൂപ വാർഷിക വരുമാനം ഉണ്ടായിരിക്കണം. അതെല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന ഒരു മാർഗ്ഗമുണ്ട് കുട്ടികളോട്. അത് കുഴപ്പമില്ല, വില്ലേജ് ഓഫീസറുടെ നിന്ന് ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ മതിയാവും. 10 ലക്ഷം രൂപ വില്ലേജ് ഓഫീസർ ഇൻകം സർട്ടിഫിക്കറ്റ് തരണമെന്നുണ്ടെങ്കിൽ അത് വാർഷിക വരുമാനം കാർഷിക വരുമാനത്തിലൂടെ ആയിരിക്കണം. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി ബാക്കപ്പ് ചോദിക്കും, എന്ത് വിളയാണ് നിങ്ങൾ വിൽക്കുന്നത്, നെല്ലാണ്, ഓക്കെ 10 ലക്ഷം രൂപയുടെ നെല്ല് വിറ്റെങ്കിൽ അതിനൊരു റെസീറ്റ് ഉണ്ടാവുമല്ലോ. അപ്പം ചുമ്മാ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് വെച്ചിട്ട് വിസിക്ക് ഫയൽ ചെയ്യില്ല. സോ ന്യൂസിലൻഡ് ആണെന്നുണ്ടെങ്കിൽ ഓർക്കുക, ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് കണ്ടമാനം ചെക്ക് ചെയ്യും. സെയിം റൂൾ തന്നെയാണ് ഓസ്ട്രേലിയയ്ക്കും വരുന്നത്. പേരൻസിന്റെ ഇൻകം വന്നിട്ട് 12.5 ലക്ഷം രൂപയായിട്ട് അവർ കൂട്ടിയിട്ടുണ്ട്. ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. എവറി ഗ്യാപ്പ് സബ്സ്റ്റാൻഷിയേറ്റ് വിത്ത് എ സോളിഡ് എവിഡൻസ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ UK വന്നിരിക്കുന്ന റൂൾ ചേഞ്ച്, 2 വർഷം സ്റ്റേ ബാക്ക് അവരെന്തായാലും അടുത്ത 2 വർഷത്തേക്ക് പിൻവലിക്കുന്നില്ല. പ്രൈം മിനിസ്റ്റേഴ്സ് മൈഗ്രേഷൻ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ഒത്തന്റിക് കമ്മിറ്റി അത് കൺഫേം ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അത് അവരുടെ എക്കോണമിനെ ബാധിക്കും എന്നവർ പറഞ്ഞിട്ടുണ്ട്. അത് മാറുന്നില്ല. പിന്നെ ഡിപ്പെൻഡന്റ് വിസ ഓൺലി അലോവിങ് ടു PhD സ്റ്റുഡൻസ്, റിസർച്ചിന് പോകുന്നവർക്ക് അത് മാത്രമേ ഉള്ളൂ. ഈ സ്പൗസ് വിസ അങ്ങനെ അതല്ലേ? ആശ്രിത വിസ, നമ്മുടെ കൂടെ കൊണ്ടുവന്ന ആൾക്കാരെ ഡിപ്പെൻഡ് അല്ലെങ്കിൽ സ്പൗസ് വിസ, അത് റിസർച്ചിന് PhDക്ക് പോകുന്ന കുട്ടികൾക്ക് മാത്രം. കാനഡയിലും അങ്ങനെ തന്നെയാണോ? അല്ല, അതിലേക്ക് ഞാൻ വരാം. അപ്പം UK പിന്നെ എല്ലാവർക്കും ഒരു ഹെസിറ്റേഷൻ, ഇത് റൂൾ ചേഞ്ച് മാറുമ്പോൾ സ്റ്റേ ബാക്ക് എടുത്തു പറയുന്നതാണ്. നോ, ഇറ്റ്സ് ഗവൺമെന്റ് ഒഫീഷ്യലി അനൗൺസ്ഡ്, ഇറ്റ്സ് ദർ ഈസ് നോ ചേഞ്ച്. എത്ര നാളത്തേക്കെന്ന് ചോദിച്ചാൽ എന്തായാലും 2 വർഷത്തേക്ക് ഉണ്ടാവില്ല. അടുത്ത പ്രൈം മിനിസ്റ്റേഴ്സ് മൈഗ്രേഷൻ കമ്മിറ്റി കൂടുന്നത് 2 years സ്റ്റേഷനാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊരു ഹെസിറ്റേഷൻ വേണ്ട, അതുണ്ടാവും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയർലൻഡിൽ ഒരു റൂൾ ചേഞ്ച് വന്നിരിക്കുന്നത് ഒരു കുറച്ച് എളുപ്പമാക്കിയിട്ടാണ്. ഇപ്പം IELTSനും TOEFL എന്ന് പറയുന്ന എക്സാം കൂടാതെ സിമ്പിളായിട്ട് പാസ്സാകാൻ പറ്റുന്ന ഡ്യൂലിംഗോ എന്ന് പറയുന്ന എക്സാം ഉണ്ട്. നമുക്ക് വീട്ടിലിരുന്ന ആപ്പ് വഴിയിട്ട് തന്നെ ഡ്യൂലിംഗോ ആപ്പ് വഴി എഴുതുന്നതാണ്. ആ എക്സാം ആണെങ്കിലും നമുക്ക് എഴുതിയാൽ മതി. പക്ഷേ ഫിനാൻസ് കാണിക്കുന്ന കാര്യത്തിലും എഡ്യൂക്കേഷൻ ഗ്യാപ്പ് കാണിക്കുന്ന കാര്യത്തിലും ഈ ഒരു കാര്യം അവർ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. അയർലൻഡിലും ഈ പറഞ്ഞ 10 ലക്ഷം രൂപ വേണം വരുമാനം. നമ്മുടെ ഫണ്ട് നമുക്ക് ഒരുപാട് ഫുൾ എഡ്യൂക്കേഷൻ ലോണിൽ ഈ കൺട്രികളിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കുറച്ചൊക്കെ നമ്മുടെ കയ്യിൽ സേവിങ്സ് ഉണ്ടായിരിക്കണം. ആ സേവിങ്സ് എന്ന് പറയുന്നത് മിനിമം ഒരു 6 മാസം പഴക്കമുള്ള സേവിങ്സ് ആയിരിക്കണം പേരൻസിൻ്റെ കയ്യിൽ കാണിക്കുന്നത്.
അതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ. പിന്നെ UK യും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ വക കാര്യങ്ങളിൽ കുറച്ച് റിലാക്സ്ഡ് ആണ്. അവർക്ക് അങ്ങനെ ഇത്ര നിർബന്ധമായിട്ടൊന്നും റൂൾ ചേഞ്ചുകളൊന്നുമില്ല. പക്ഷേ ജെനുവിൻ ഫണ്ട് ആയിരിക്കണം. ഇപ്പോൾ ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും തേർഡ് പാർട്ടി ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഒരുപാട് എൻ്റർടൈൻ ചെയ്യരുത് കുട്ടികളെ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് പിടിക്കപ്പെടും. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ റൂൾ ചേഞ്ചുകൾ വരുന്നത്. യൂറോപ്പിൽ ഫ്രാൻസ് 5 വർഷം സ്റ്റേ ബാക്ക് ആക്കിയെന്നൊരു കിംവദന്തിയുണ്ട്. അത് നരേന്ദ്രമോദിയും നമ്മുടെ പ്രൈം മിനിസ്റ്റർ അവർ കൂടെ ചേർന്നിട്ടുണ്ടാക്കിയ ഒരു റൂൾ ചേഞ്ച്. പക്ഷേ അത് ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. 2 വർഷം സ്റ്റേ ബാക്ക് എന്തായാലും ഉണ്ട്. അത് കറക്റ്റാണ്. പിന്നെ കാനഡയിലെ റൂൾ ചേഞ്ച് വന്നിരിക്കും. യൂറോപ്പിൽ തന്നെ വേറെ റൂൾ ചേഞ്ച്. ഫിൻലൻഡ് ഡിപ്പെൻഡൻറ്റ് വിസ അലോ ചെയ്യുന്നു. അതോടൊപ്പം നെതർലൻഡ് അലോ ചെയ്യുന്നു. സ്വീഡൻ അലോ ചെയ്യുന്നു. പക്ഷേ ഇതിൽ ഫിൻലൻഡിലും ഫ്രാൻസിലും മാത്രമാണ് 2 വർഷം സ്റ്റേ ബാക്ക് ഉള്ളത്. ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കുള്ള കോമൺ അഭിപ്രായം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നിങ്ങൾ ഫ്രീ എഡ്യൂക്കേഷനാണ് ജർമ്മനിയിൽ ഇവിടെ എല്ലാ ഏജൻസികളും പ്രൊമോട്ട് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ ഏജൻസികൾ കുട്ടികളിൽ നിന്ന് 2.5-3 ലക്ഷം രൂപ വരെയൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളൊരു വലിയ അപകടത്തിലേക്കാണ് പോണേ. ആ 3 ലക്ഷം രൂപ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പാസ്സായില്ല എന്നുണ്ടെങ്കിൽ എത്രമാത്രം തിരിച്ചു കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അത് അവരുടെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി പോലെയൊക്കെ ഇരിക്കും. പക്ഷേ ജർമ്മൻ ലാംഗ്വേജിൽ കുട്ടികൾ എടുക്കുന്ന ഒരു ഗാംബ്ലിംഗ് ആണ്, പ്രത്യേകിച്ച് +2 കഴിഞ്ഞ കുട്ടികൾ. അപ്പോൾ സൂപ്പർ കോൺഫിഡൻറ്റ് യു ഗോ ഫോർ ഇറ്റ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതാണ് കാര്യം. പിന്നെ കാനഡയിലാണ് ഏറ്റവും മെയിൻ ഒരു റൂൾ ചേഞ്ച് വന്നിരിക്കുന്നത്. ഡിപ്പെൻഡൻറ്റ് കാനഡയിൽ കിട്ടും. മാസ്റ്റർ ഡിഗ്രികൾക്ക് പോകുന്നവർക്കാണ് കൂടുതലും ഡിപ്പെൻഡ് വിസ കിട്ടാൻ എളുപ്പം. അല്ലാതെ PG ഡിപ്ലോമ കിട്ടാനായിട്ടും ഭയങ്കര ടഫാണ്. ഏജൻസികൾ പറയും ഡിപ്പെൻഡ് വിസ കിട്ടും, ബട്ട് നേരത്തെ പറഞ്ഞ ഒരു ഗാംബ്ലിംഗ് തന്നെയാണ്. സോ മാസ്റ്റർ ഡിഗ്രി ദർ ഇസ് എ ചാൻസ്. സോ അക്കൗണ്ടിൽ നമ്മൾ പൈസ കുറച്ച് ഹോൾഡ് ചെയ്യണം. കാനഡയിൽ വന്നിരിക്കുന്ന മേജർ റൂൾ ചേഞ്ച്. മുമ്പ് കാനഡയിലെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞത് 6.5 ലക്ഷം ഇന്ത്യൻ റുപ്പി ഏതാണ്ട് 6.5 ലക്ഷം രൂപയ്ക്ക് അടുത്തായിരുന്നു. അത് നമ്മൾ കാനഡയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമായിരുന്നു. എന്നിട്ട് ഓരോ മാസവും ചെറിയ ഗഡുക്കളായിട്ടാണ് നമ്മളത് വിഡ്രോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ഇരട്ടിയാക്കി. അപ്രോക്സിമേറ്റ്ലി 13 ലക്ഷം രൂപയോളം കാനഡയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ ഇനിഷ്യലി വന്നുകൊണ്ടിരുന്ന കോസ്റ്റ് ഓൾമോസ്റ്റ് ഡബിളായി. അതാണ്. അതായത് ഈ നമ്മൾ ഒത്തിരി അഡ്വർടൈസ്മെൻറ്റുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റായിട്ടൊക്കെ IELTS ഇല്ലാതെ നമുക്ക് പുറത്തേക്ക് പോകാമെന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ഒരുപാടുണ്ട്. ഇപ്പം IELTSന് തത്തുല്യമായിട്ടുള്ള മറ്റേ എലിജിബിലിറ്റി ഉള്ള ഒരു മാനദണ്ഡമാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റികൾക്ക് അതിൻ്റെ അസസ്മെൻറ്റ് ക്രൈറ്റീരിയ വ്യത്യാസമാക്കാം. UK യിലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളും ഒരു യൂണിവേഴ്സിറ്റി +2 ഇംഗ്ലീഷിന് 65% ഉണ്ടെങ്കിൽ വേവ് ഓഫ് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ മേജർ യൂണിവേഴ്സിറ്റികളും 70% ഉണ്ടെങ്കിൽ വേവ് ഓഫ് ചെയ്യും. ചിലർക്ക് 80 വേണം, ചിലർക്ക് 75 വേണം. ഇതിൽ തന്നെ ബോർഡുകൾ വ്യത്യാസമാണ്. CBSEക്ക് ഇത്ര മതി, സ്റ്റേറ്റ് ബോർഡിന് ഇത്ര മതി എന്നൊക്കെയുള്ള. അതിന് പകരം ചിലപ്പോൾ യൂണിവേഴ്സിറ്റികൾ കണ്ടക്ട് ചെയ്യുന്ന അവരുടേതായ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാവും. അതൊരു ക്ലോസ്ഡ് റൂമിലിരുന്നിട്ട് നമ്മൾ ഓൺലൈനായിട്ട് എഴുതുന്ന എക്സാംസ് ആയിരിക്കും. അതിന് സ്കോർ കിട്ടിയാലും നമുക്ക് പോകാം. യൂറോപ്പിലെ മിക്ക യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഫ്രാൻസും ഉള്ള പോലെ യൂണിവേഴ്സിറ്റികൾ, അവരൊരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. സോ ബേസിക്കലി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അവർ അതിൻ്റെ അത് ചോദിക്കുക. അപ്പോൾ അതിനകത്ത് അവർക്ക് അസസ് ചെയ്യാൻ പറ്റും വെദർ യു ആർ ഏബിൾ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് അവർക്ക് മനസ്സിലാവുന്നുണ്ടോ. അത് വേറെ റൈറ്റ്. കാനഡയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും 100% IELTS ഇല്ലാതെ പോകാന്ന് പറയുന്നത് വിശ്വസിക്കരുത്. അത് തെറ്റാണ്. കൂടുതലും പഞ്ചാബിൽ നിന്നൊക്കെയാണ് പരസ്യങ്ങൾ വരുന്നത്. മിക്ക യൂണിവേഴ്സിറ്റികളും ഏജൻസികളും ഇപ്പോൾ പഞ്ചാബ്, ഹരിയാന പോലുള്ള സ്ഥലങ്ങളിൽ ആപ്ലിക്കേഷൻ എടുക്കുന്ന പോലും ഇല്ല. അവർ ഉടായ്പിന്റെ ഉസ്താദക്കന്മാരാണ്. ഞാൻ ന്യൂസ് കേട്ടിട്ടുണ്ട്. അതായത് പഞ്ചാബികൾ സ്വന്തം പെങ്ങളെ തന്നെ കെട്ടിയിട്ടൊക്കെ ഡിപ്പെൻഡൻസി ചെയ്യും. അത് ഷാം മാരേജ് എന്നാണ് അതിന് പൊതുവെ പറയപ്പെടുന്നത്. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കെട്ടി, ആ പെൺകുട്ടി ലീഗലി വിദേശത്ത് പോകാൻ എലിജിബിലിറ്റി ഉള്ളവരായിരിക്കും. ആ പെൺകുട്ടിക്ക് 5 ലക്ഷം രൂപ കൊടുക്കും. അവിടെ എത്തി കഴിഞ്ഞ് ഡിവോഴ്സായി, ചിലപ്പോൾ കൂടെ താമസിക്കുമായിരിക്കും. ഡിവോഴ്സ് ആയി കഴിയുമ്പോൾ ആൾക്ക് എത്ര രൂപ കിട്ടി? 5 ലക്ഷം രൂപ എക്സ്ട്രാ പെൺകുട്ടി കിട്ടി. ഇയാൾക്ക് ഒരു 2 വർഷത്തെ വിസ കിട്ടിയില്ലേ? അവർക്കത് മതി. അവരവരുടെ കണക്ഷൻ വെച്ചിട്ട് അത് വർക്കൗട്ട് ചെയ്തെടുക്കും. ഇങ്ങനെയൊക്കെയുള്ള ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ അത് റൂളൊക്കെ മാറ്റി കുട്ടികളൊക്കെ ഉണ്ടെങ്കിലേ കൊണ്ടുവന്നുള്ളൂ. തന്നെയല്ല, മിക്കവരും ഇപ്പോൾ പഞ്ചാബിൽ നിന്നും അത് ഹരിയാന പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ എടുക്കുന്നില്ല. ഈ ഒരു സെയിം സാധനം ഇപ്പോൾ തമിഴ്നാട്ടിലേക്കും തെലങ്കാനയിലേക്കും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇൻഡസ്ട്രി അത്ര ആരും നശിപ്പിച്ചിട്ടില്ല. അവിടെ നമ്മുടെ കുട്ടികൾ ഇപ്പോഴും ലോ റിസ്ക് കുട്ടികൾ തന്നെയാണ്. അതാണ് എൻ്റെ കാര്യം. പിന്നെ എന്താ പറയുന്നത്, കേരളത്തിൽ നിന്നാണ് കൂടുതൽ പുറത്തേക്ക് പോകുന്നത് ശരിയായ ഒരു കണക്കാണോ? 2022 ശേഷം UK യൂണിവേഴ്സിറ്റികൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നതും കാനഡിയൻ യൂണിവേഴ്സിറ്റികൾ പറഞ്ഞതും അവരുടെ മാർക്കറ്റ് നോർത്തിൽ നിന്ന് മാറിയിട്ട് കേരളത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അതാണ് ഇപ്പം നമ്മുടെ ഗവൺമെന്റ് ഒക്കെയാണല്ലോ അതിനൊരു പ്രിക്കോഷൻ എടുത്തിട്ട് ഞങ്ങളെ വിളിക്കുന്ന ബ്രെയിൻ ട്രെയിനേഴ്സ് എന്നാണ്. നമ്മളിപ്പോൾ കോളേജുകളിലൊക്കെ സെമിനാർ എടുക്കാൻ പോയാലും ഒന്നും അവർ അത്ര എന്റർടൈൻ ചെയ്യുന്നില്ല. റീസൺ അതൊന്നുമല്ല, അവർക്കും കുട്ടികളില്ല. മുമ്പ് MLA ശുപാർശക്കെത്തും, മറ്റേ പുതുക്കാട് MLA കത്തൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുള്ളായിരുന്നു. അപ്പം ഇപ്പൊ അതൊക്കെ പോയി. മാനേജ്മെന്റ് പണ്ടൊക്കെ ഓർത്തേ മാനേജ്മെന്റ് സീറ്റ് ഉണ്ട്, ഡൊണേഷൻ മേടിക്കുമായിരുന്നു, അല്ലെ MLA-മാരുടെ കത്ത്, MP-മാരുടെ കത്ത്. ഇപ്പൊ ഇങ്ങോട്ട് ചെന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി.
നമ്മുടെ നാട്ടിൽ ഇപ്പം പഠിച്ചിറങ്ങിയ കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? അതായത് എബ്രോഡല്ല ഹയർ സ്റ്റഡീസിനെ കുറിച്ച് എബ്രോഡ് പോയി പഠിക്കണോ അതോ ഇവിടെ നിന്ന് പഠിക്കുന്നതാണോ നല്ലത്? എന്താണ് അവരെങ്ങനെ ലൈഫിനെ പിന്നീട് അടുത്ത സ്റ്റഡീസിലേക്ക് പോകണമെന്നുള്ളത്? നോക്ക്, ഒരിക്കലും ഇന്ത്യൻ എഡ്യൂക്കേഷനെ താറടിച്ചിട്ടല്ല എബ്രോഡ് എഡ്യൂക്കേഷൻ ഇവിടെ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടത്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മോശമൊന്നുമല്ല. നമുക്ക് ഒരുപാട് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. IIMs ഉണ്ട്, IITs ഉണ്ട്, NITs ഉണ്ട്, NID ഉണ്ട്, NIFT ഉണ്ട് അല്ലേ. അപ്പം ഒരു നല്ല കോളേജിനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ആ കോളേജിൻ്റെ അക്രഡിറ്റേഷനേക്കാൾ ഉപരി അതിൻ്റെ ടീച്ചിങ് സ്റ്റൈലാണ്. ഇപ്പം ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി 100-99 മാർക്ക് മേടിച്ച് തിയറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് പോയി തന്നെ അത് പഠിക്കണം. ഇപ്പം ലോകത്താണെങ്കിലും ഞാൻ ഫാഷൻ ടെക്നോളജി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒന്നില്ലെങ്കിൽ ഇറ്റലിയോ അല്ലെങ്കിൽ ഫ്രാൻസോ ആയിരിക്കും. ബിക്കോസ് ദേ ആർ ദ ഫാഷൻ ഹബ്. അതിൻ്റെ അത് അവർ മെർക്കൻഡൈസിങ് പഠിപ്പിക്കുന്നുണ്ട്, ബ്രാൻഡ് മാനേജ്മെന്റ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അക്കാഡമിക് കരിക്കുലത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നാട്ടിലെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ 10 ലക്ഷം രൂപയ്ക്ക് മേളിൽ ഫീസ് കൊടുത്ത് പഠിക്കുന്നത് മണ്ടത്തരായിരിക്കും. കാര്യം ഇത് ഈ സെയിം എക്സ്പോഷറിൽ നിങ്ങൾക്ക് വിദേശത്ത് പഠിക്കാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ്മെന്റ്. പിന്നെ വേറൊരു കാര്യം ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നാട്ടിലെ പല സ്കൂളിൽ നിന്നും ഇറങ്ങി വരുന്ന കുട്ടികളുടെ ക്വാളിറ്റിയൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയി. എല്ലാവരും ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. കുട്ടികളൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ വലിയ വലിയ ISRO ലെവലിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ദേ ആർ ഡൂയിങ് ഇറ്റ് അല്ലേ. അപ്പം കോഴ്സ് ചൂസ് ചെയ്യുന്നത് എപ്പോഴും പേരൻസിനോട് പറയുന്നത് അവർ കമ്പൽ ചെയ്ത് വിടരുത്. ഇപ്പം UX ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സിൽ ഇപ്പം ഡിസൈൻ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വരക്കാരനാണോ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഒന്നുമല്ല. UX ഡിസൈനൊക്കെ പഠിക്കാൻ വേണ്ട കുട്ടികളെ ഗൂഗിളൊക്കെ 4 ലക്ഷം 5 ലക്ഷം കൊടുത്തൊക്കെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു കിഡ് ഈസ് സോ മച്ച് ഫോണ്ട് ഓഫ് ഡ്രോയിങ്, അതിന് പറ്റിയൊരു കോഴ്സ് ഞങ്ങളതൊക്കെ പറഞ്ഞു കൊടുക്കാം. അങ്ങനെയുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞാൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂഷന് കിട്ടുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കാം. ഹയർ എഡ്യൂക്കേഷനോ PhDക്കോ വെളിയിൽ പോകുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഒരു നിലവാരം കുറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഫീസ് ലെവൽ നമ്മൾ കൺക്ലൂഡ് ചെയ്തിട്ട് എത്രയാണോ നിങ്ങൾ നോക്കുക, ഈ സെയിം കോളേജ് നമുക്ക് വിദേശത്ത് ഇത്ര പഠിക്കാൻ പറ്റും, എന്നിട്ടൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രിഫർ ചെയ്താൽ ഇത്രയും നല്ലൊരു ഗുണങ്ങളായിരിക്കും. പിന്നെ എന്ത് തരം വിദേശ രാജ്യമോ വിദേശ കോഴ്സുകളോ നിങ്ങൾ ചൂസ് ചെയ്താലും നിങ്ങളുടേതായ ഓൺ റിസർച്ച്, അത് യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളുടെ ബന്ധക്കാരോടെ ഉണ്ടാവും, ഈ വെബ്സൈറ്റുകളിൽ കൂടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇത് ഫൈനലൈസ് ചെയ്യുക. ഒരു ഏജൻസി ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് 4 കാര്യങ്ങൾ ചൂസ് ചെയ്യുക. ഒന്ന്, അറ്റ്ലീസ്റ്റ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെങ്കിലും ആയിരിക്കുക. കാര്യം നാളെ സർക്കാരിന് ഞങ്ങളുടെ ഇതിന് കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ സ്ഥാപനം ജംഗമെങ്കിലും വിറ്റിട്ട് നിങ്ങൾക്ക് പൈസ തിരിച്ചു തരണ്ടേ. അതൊന്നാമത്തെ കാര്യം. 2, ഈ ഏജൻസി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ടൈപ്പ് ലിസ്റ്റിലുണ്ടോ എന്ന് ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുക. ഇതൊക്കെ ഈ പണ്ടത് പറഞ്ഞ പോലെ റിയൽ എസ്റ്റേറ്റിന്റെ ബ്രോക്കർ പറഞ്ഞ പോലെ കാലങ്ങളാണ്. എൻ്റെ കയ്യിലില്ലാതെ അടുത്ത ഏജൻസിയിൽ വിട്ടിട്ട് അവിടുന്ന് കമ്മീഷൻ മേടിക്കുന്ന സിസ്റ്റം ഒക്കെയാണ്. അങ്ങനൊന്നും ചൂസ് ചെയ്യാണ്ടിരിക്കുക. 3, ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഏജൻസികൾ അനാവശ്യമായിട്ട് പൈസ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ സേ നോ ടു ദം. ബിക്കോസ് ദെയർ ആർ ഏജൻസി. നിങ്ങൾ ഫ്രീ ആയിട്ട് തരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവിടെയൊക്കെ പോകത്തില്ല. ദെയർ ആർ ഏജൻസി ഹു ഡു സർവീസ് ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്യുന്നവരുണ്ട്. അപ്പം അത് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചൂസ് ചെയ്യുക. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഈ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ഒരു ഗൂഗിൾ റിവ്യൂവോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടികളോടൊക്കെ ഒന്ന് ചോദിക്കുക നിങ്ങൾ പോയ ഏജൻസി ഏതാണ്, അവരുടെ സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഏജൻസിനെയൊക്കെ ചൂസ് ചെയ്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പം എന്തായാലും ഇന്ന് അത്യാവശ്യം ഇൻഫർമേഷൻ നമുക്ക് എനിക്കും എൻ്റെ മനസ്സിലുള്ള ആദ്യമായിട്ടാണ് മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പറ്റി. അത് 10 പേര് കേട്ടാൽ അവർക്കൊരു ഇൻഫോർമേറ്റീവ് സെഷൻ ആയിക്കട്ടെ. കാര്യങ്ങളാണിത്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു പ്ലാറ്റ്ഫോമിലല്ലേ ഇതൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. അതെ അതെ അതെ, ഭയങ്കര ഒരു ഇൻഫോർമേഷൻ തന്നെയായിരുന്നു. എന്തായാലും താങ്ക് യു സാർ, നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷനായിരുന്നു. അർഷദിനും താങ്ക് യു, എൽവിനും. അപ്പം ഇനിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറയാം. ഒരു രീതിയിൽ ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കുകയും